ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. പക്ഷേ ഈ മാധ്യമങ്ങളെല്ലാം ഈ വാർത്ത കൊടുത്തിരിക്കുന്നത് പത്രത്തിൻ്റെ ഉൾപേജിൽ ഏതാണ്ട് 1.5 സെന്റിമീറ്റർ വലിപ്പത്തിലാണ്. നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് രാജ്യത്തിൻ്റെ എന്താ പറയുക, ദേശവിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരെയെങ്കിലുമൊക്കെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ മലയാള മാധ്യമങ്ങളൊക്കെ എന്താ ചെയ്യുക, അത് ഉൾപേജിൽ അങ്ങ് കൊടുക്കും. അത് വലിയ പ്രശ്നമൊന്നുമില്ല, നമ്മുടെ രാജ്യത്തിനെതിരെയല്ല, അവരെന്തെങ്കിലുമൊക്കെ വന്ന് ചെയ്തിട്ട് പോട്ടെ എന്നുള്ളൊരു മട്ടാണ്. ഇത് പിടിയിലായിട്ടുണ്ട് 2 പേർ ശ്രീനഗറിൽ നിന്ന് US പൗരന്മാരാണ്. ഒരാളുടെ പേര് ജെഫ്രി സ്കോട്ട് ബ്രദർ എന്നാണ്. രണ്ടാമത്തെ ആളുടെ പേര് ഹൽദാർ കൗശിക് എന്നാണ്. ഇയാള് കൊൽക്കത്ത നേറ്റീവ് ആയിട്ടുള്ള എന്നാൽ US പൗരത്വമുള്ള ഒരാളാണ്. അത് അവിടെ നിൽക്കട്ടെ. ഇവരെ പിടിയിലാകുന്നത് എന്താണെന്ന് വെച്ചിട്ട് എയർപോർട്ടിൽ വെച്ചിട്ടാണ്. ശ്രീനഗർ എയർപോർട്ടിൽ അവര് പോവുകയാണ്. അവിടെ എത്തുമ്പോഴേക്കും പരിശോധനയിൽ ചില സംശയങ്ങളൊക്കെ തോന്നുമ്പോൾ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ ഇവരുടെ ബാഗിൽ നിന്ന് സാറ്റലൈറ്റ് ഫോണുകൾ കണ്ടെടുക്കുന്നുണ്ട്. ഈ സാറ്റലൈറ്റ് ഫോണുകളല്ലേ, അതിനെന്താ എന്ന് ചോദിക്കാൻ വരട്ടെ. അങ്ങനെ നിങ്ങൾ ചോദിക്കരുത്. കാരണം ഇന്ത്യയിൽ സാറ്റലൈറ്റ് ഫോണുകൾ ഉപയോഗിക്കുന്നതിന് മുൻകൂർ അനുമതി വേണം. നമുക്കറിയാം നമ്മുടെ കാശ്മീരിലടക്കം അവിടെയൊക്കെയും ഇത്തരത്തിൽ സാറ്റലൈറ്റ് ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പുറത്തുനിന്നും ഇപ്പുറത്തു നിന്നുമുള്ള ഈ ഒരു പദ്ധതികളെല്ലാം പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് പിടിച്ചെടുത്തിട്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിനെന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് പ്രശ്നം. നമ്മൾ ചോദിക്കുന്ന ഇത്തരത്തിലുള്ള ചോദ്യം തന്നെയാണ് രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും അലർട്ടായിട്ട് നിൽക്കേണ്ട സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനി ഈ യാത്രാവേളയിൽ ഇത്തരത്തിലുള്ള സാറ്റലൈറ്റ് ഫോണുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ എത്തുമ്പോൾ അത് മുൻകൂറായിട്ട് അറിയിക്കണം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഇപ്പോൾ UK-യും US-ഉം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ യാത്രാ നിർദ്ദേശങ്ങളിലൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത്തരത്തിൽ ഉപയോഗിക്കരുത്, അങ്ങനെ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് പിടിച്ചെടുക്കും, കൂടാതെ 2 കോടി രൂപ വരെ പിഴ ചുമത്താം എന്നുള്ള യാത്രാ നിർദ്ദേശങ്ങളൊക്കെ US-ഉം UK-യും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ US ഈ യാത്രാ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നിരിക്കെ US പൗരന്മാർ ഇതുമായിട്ട് നമ്മുടെ രാജ്യത്ത് നിന്ന് പിടിയിലാവുകയാണ് എന്നുള്ളതാണ്. തായ്വാൻ നിർമ്മിതമായിട്ടുള്ള സാറ്റലൈറ്റ് ഫോണുകളാണിത്. കഴിഞ്ഞ മാസം മെയ്യിൽ US ആസ്ഥാനമായിട്ടുള്ള ഒരു നേത്രരോഗ വിദഗ്ധയുടെ കൈവശം ഇറിഡിയം സാറ്റലൈറ്റ് ഫോൺ വെച്ചതിന് അവരെ പിടികൂടിയിരുന്നു. അപ്പോൾ മുൻകാലങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള അറസ്റ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിനെ തുടർന്ന് ഇത് വ്യാപകമാകുന്ന സമയമായപ്പോഴേക്കും 2025 ജനുവരി 30 ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഏവിയേഷൻ വിദേശ വിമാന കമ്പനികൾക്കൊക്കെ ഒരു നിർദ്ദേശം നൽകി. ഇത്തരത്തിലുള്ള നിർദ്ദേശം, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടൊന്നും ഇന്ത്യയിലേക്ക് വരരുത്, അങ്ങനെ ഉണ്ടെങ്കിൽ മുൻകൂർ അനുമതി വാങ്ങണം എന്നൊക്കെയുള്ള നിർദ്ദേശം നൽകിയിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ വീണ്ടും ചോദിക്കുമ്പോൾ നമ്മൾ പറയും ഇത് ഒറ്റപ്പെട്ട സംഭവമാണ്. ഇല്ല, കഴിഞ്ഞ മെയ്യിൽ ഉണ്ടായിട്ടുണ്ട്, അതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാത്തിനെയും ഒറ്റപ്പെട്ട സംഭവമായിട്ട് ഒരു ചെറിയ കോളം വാർത്തയായിട്ട് കൊടുക്കുമ്പോഴാണ്, നമുക്കറിയാലോ മാർച്ച് 18 ഇവിടെ ഒരു അറസ്റ്റ് നടന്നിരുന്നു. നിങ്ങളിൽ എത്ര പേര് ഇത് ഓർത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഓർക്കാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. മാർച്ച് 18 മാത്യു വാൻഡെക് എന്ന് പറയുന്ന US കൂലി പടയാളി അറസ്റ്റിലായി. അയാളെ അറസ്റ്റിലായ സമയത്ത് പലരും വലിയ കാര്യങ്ങളൊക്കെ പറയുകയുണ്ട്. കാരണം ഇപ്പോൾ തന്നെ അവിടെ നിന്ന് ട്രംപിൻ്റെ കോൾ വരും, വാൻഡെക്കിനെ വിട്ടയച്ചേക്കും മോദി എന്ന് പറയുമ്പോൾ മോദി അങ്ങ് വിട്ടയക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ഘോഷണങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ അടക്കം നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ വാൻഡെക്ക് ഇപ്പോൾ നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അയാളുടെ വീഡിയോ ഒക്കെ വന്നിരുന്നു. വീൽ ചെയറിൽ കൊണ്ടുപോകുന്ന NIA ഉദ്യോഗസ്ഥർ വീൽ ചെയറിൽ കൊണ്ടുപോകുന്ന വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വാൻഡെക്ക് എന്തിനാണ് വന്നത്? നമുക്കറിയാം നമ്മുടെ മണിപ്പൂർ കത്തിക്കാനുള്ള വിഘടനവാദ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ആളുകളൊക്കെ ഇവിടെ വരുന്നുണ്ട്, പ്രവർത്തനം നൽകുന്നുണ്ട്. അപ്പോൾ ലിബിയൻ ആഭ്യന്തര യുദ്ധത്തിൽ പോരാടുകയും സിറിയയിലെ സംഘർഷങ്ങളിലൊക്കെ ഏർപ്പെടുകയും ചെയ്തിട്ടുള്ള അമേരിക്കൻ പൗരനാണ്, ഒരു മുൻ പോരാളിയാണ്. ഈ പറയുന്ന ഡോക്യുമെന്ററി ഫിലിം മേക്കർ എന്ന് പറയുന്ന ഒരു വിശേഷണം കൂടി ഇയാൾക്കുണ്ട്, ഈ മാത്യു വാൻഡെക്കിൻ്റെ ഒപ്പം നമുക്കറിയാം 6 ഉക്രൈനിയൻ പൗരന്മാരെ കൂടി പിടികൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാൻഡെക്കാണ് ഇവരെ നയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ വാൻഡെക്കിൻ്റെ അറസ്റ്റും ചോദ്യം ചെയ്യലുമൊക്കെ വളരെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും US പൗരന്മാർ വരുന്നത്. ഈ വാൻഡെക്ക് എന്ന് പറയുന്നത് സൺ ഓഫ് ലിബർട്ടി ഇന്റർനാഷണൽ, അതായത് SOLI,
സോളി സ്ഥാപകനായിട്ടുള്ള ഇയാൾ മ്യാൻമറിലെ വംശീയ സായുധ ഗ്രൂപ്പുകൾക്കൊക്കെ യുദ്ധം ഉണ്ടാക്കാനും, അതായത് അർബൻ യുദ്ധമൊക്കെ ഉണ്ടാക്കുന്നതിനും ഡ്രോൺ പ്രവർത്തനങ്ങളുമൊക്കെ പരിശീലനം നൽകുന്നതിനുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിനിടയിലാണ് ഈ കഴിഞ്ഞ മാർച്ച് 18 ഇയാൾ ഇന്ത്യയിൽ അറസ്റ്റിലാകുന്നത്. ഇയാൾ ലിബിയൻ വിപ്ലവ കാലത്ത് ഗദ്ദാഫിക്കെതിരെ പോരാടിയിട്ടുള്ള വിദേശ പോരാളിയായിട്ടും യുദ്ധ തടവുകാരനുമായിട്ടൊക്കെ പ്രശസ്തി നേടിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇയാളെ NIA ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് പല സംഭവങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന വാൻഡെക്കിനെ പോലെ വേറൊരാൾ നമ്മുടെ രാജ്യത്ത് ഇല്ല എന്ന് പറയാൻ പറ്റും. നമുക്കറിയാം അതികർശനമായിട്ടുള്ള സുരക്ഷാ വലയത്തിനുള്ളിൽ തന്നെയാണ് ഇന്ത്യ. അതില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ചിലർ ഇവിടെ നിന്ന് പറയും ഞങ്ങൾക്കൊരു സുരക്ഷയുമില്ല, ഈ പറയുന്ന മോദി ഭരിച്ചിട്ട് എന്ത് സുരക്ഷ, ഇവരൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറുന്നില്ലേ? ശരിയാണെങ്കിൽ അറസ്റ്റ് ചെയ്തല്ലോ, ഇപ്പോഴും അറസ്റ്റ് ചെയ്തല്ലോ 2 US പൗരന്മാരെ. ഇറിഡിയം സാറ്റലൈറ്റ് ഫോണുകൾ കയ്യിൽ വെച്ചതുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ ഈ അറസ്റ്റ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഇത് മോദി വന്നിട്ടും ഇത് നടക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നിടത്ത് അത് തെറ്റാണ്. കാരണം മോദി വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഈ സർക്കാർ വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള ആളുകളെ വളരെ കൂടുതലായിട്ട് പിടികൂടുകയും ഇവരുടെയൊക്കെ ശിക്ഷാ നടപടികൾക്ക് വിധേയമായി, അല്ലെങ്കിൽ ഇവരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അന്വേഷണമൊക്കെ നടത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ മുൻപ് അങ്ങനെ ആയിരുന്നില്ല. നിർബാധം ഇത്തരത്തിലുള്ള വിഘടനവാദികൾക്കും ദേശവിരുദ്ധർക്കും ഒക്കെ ഇവിടെ മുൻപ് പ്രവർത്തിക്കാമായിരുന്നു. പക്ഷെ ഇപ്പോൾ നടക്കുന്നില്ല. ഈ പ്രവർത്തനങ്ങൾ നടക്കാത്തതിൻ്റെ ചൊറിച്ചിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. US പൗരൻ അറസ്റ്റിലായി എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ചില ചങ്ങാതിമാർക്കൊക്കെ ഭയങ്കര അങ്കലാപ്പും വേവലാതിയും ഒക്കെയാണ്. അതുകൊണ്ടാണല്ലോ പറഞ്ഞത് വാൻഡെക്ക് അറസ്റ്റിലാവുമ്പോൾ പറഞ്ഞത് ഇപ്പൊ തന്നെ വിളിക്കും, US നിന്നൊരു കോൾ വന്നാൽ മതി, മോദി അപ്പം തന്നെ വിടും വാൻഡെക്കിനെ എന്നാ പറയുന്നത്. വാൻഡെക്ക് അവിടെ NIA കസ്റ്റഡിയിൽ കിടന്ന് വെന്തുരുകിക്കൊണ്ടിരിക്കുകയാണ്. NIA ചോദ്യം ചെയ്യലൊക്കെ വാൻഡെക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വിചാരിക്കുന്നുണ്ട്, എൻ്റെ പൊന്നെ ഇതിലും ഭേദം ഞാനങ്ങ് ഇല്ലാണ്ടായി പോകുന്നതായിരുന്നു എന്ന്. കാരണം അമ്മ അതിന് ചോദ്യം ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിലുമൊക്കെ ബന്ധപ്പെട്ട് ഇതിപ്പോൾ 1, 2 അല്ല, പല പാക് പൗരന്മാർ എന്ന് പറയുന്നവർ പിടികൂടുന്നുണ്ട്. സംശയാസ്പദമായ രീതിയിൽ ഉള്ള ആളുകളൊക്കെയും പിടികൂടപ്പെടുന്നുണ്ട്. ഇവരുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. നമുക്കറിയാം ജ്യോതി മൽഹോത്ര ഇവിടെ ആയിരുന്നുവെങ്കിൽ, ഇന്ത്യക്കാരി ആയിരുന്നുവെങ്കിൽ ഇവിടെ നിന്ന് കൊടുക്കുന്ന ഡാറ്റാസ് ചെന്ന് നിന്നത് പാകിസ്ഥാൻ ചാരസംഘടനയ്ക്കായിരുന്നു. അപ്പോൾ പാകിസ്ഥാൻ മാത്രമല്ല, നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ അഖണ്ഡത തകർക്കാനും നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരം തകർക്കാനും ഇതൊരു ഇവാഞ്ചലിസ്റ്റിക് രാഷ്ട്രമായിട്ട് കൊണ്ടുവരാനുമുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് തന്നെ വിഘടനവാദ പ്രവർത്തനങ്ങൾ നടത്തുകയും മണിപ്പൂരും ഒക്കെയുള്ള ഭാഗങ്ങളിലൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ചെറിയ ചെറിയ കാരണങ്ങൾ എവിടെ നിന്നെന്നറിയാതെ പൊട്ടിപ്പുറപ്പെടുന്നുണ്ട് നമ്മുടെ രാജ്യത്തെ പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങളെയൊക്കെ കേന്ദ്ര സർക്കാർ കൃത്യമായ രീതിയിൽ നേരിടുന്നത് കൊണ്ടാണ് വലിയ ആളിക്കത്തലുകളൊന്നും ഇല്ലാതെ പോകുന്നത്. അപ്പോൾ ഈ US പൗരന്മാരെ പിടികൂടുമ്പോൾ ഇയാൾ മാത്യു വാൻഡെക്കിന്റെ പിന്നാലെയുള്ള അല്ലെങ്കിൽ ഗ്രൂപ്പിൽപ്പെട്ടവരാണോ എന്നുള്ള അന്വേഷണം ഒക്കെ നടക്കേണ്ടതുണ്ട്. എന്തായാലും ചില വാർത്താ ചാനലുകളിലൊക്കെ പറയുന്നുണ്ട് ഇവരെ വിട്ടയക്കാനുള്ള സാധ്യതയുണ്ട്, അവർ അറിയാതെ കയ്യിൽ വെച്ച് പോയതാണ്. അങ്ങനെയല്ല കാര്യങ്ങൾ. ഇത് 1, 2 ഇത് അറിഞ്ഞു വെച്ചുകൊണ്ട് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ആളുകൾ കൊണ്ടുവരുന്നുണ്ട്. ഇനി ഇവരുടെ കയ്യിൽ സാറ്റലൈറ്റ് ഫോൺ മാത്രമാണോ ഉണ്ടായിരുന്നത്? സംശയമാണ്. അപ്പോൾ ഇതെല്ലാം അന്വേഷണ വിധേയമാകും. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഈ അറസ്റ്റിലായിട്ടുള്ള ജെഫ്രി സ്കോട്ട് പ്രാത്തറും ഹൽദാർ കൗശിക്കുമൊക്കെ മാത്യു വാൻഡെക്കിൻ്റെ ഗ്രൂപ്പിൽ സംഘാംഗങ്ങൾ ആണോ എന്നുള്ള സംശയമൊക്കെ നമുക്ക് ഇവിടെ ഉടലെടുക്കുന്നത് ഇതുകൊണ്ടാണ്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ വരും മുറയ്ക്ക് നമ്മൾ പ്രേക്ഷകരെ നിങ്ങളോട് അറിയിക്കുന്നതായിരിക്കും.